ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോ ഇട്ട് എല്ലാവർക്കും സ്വാഗതം. ഫ്രണ്ട്സ്, ഞാനിപ്പോൾ കണ്ടംകുന്ന് പോയാലുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോ ഇട്ട് പോവാം. ഫ്രണ്ട്സ്, കുറച്ച് ദിവസമായി ഞാൻ ഇങ്ങോട്ട് വരാത്തത്. അപ്പോൾ അന്നല്ല വെള്ളം വളരെ കുറവായിരുന്നു. അപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നല്ലൊരു റെഡിക്ക് നല്ല വെള്ളമുണ്ട്. കാരണം ഇത് തടുത്ത് നിർത്തിയതാണ്. അപ്പോൾ നമ്മളെല്ലാം വിചാരിച്ച് കേരളം വെള്ളമെല്ലാം പറ്റും, നല്ല വെയിലിൻ്റെ ചൂടുമുണ്ട്, അപ്പോൾ വെള്ളമെല്ലാം പറ്റുമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ പുഴയിലൊന്ന് വരാമെന്ന് വിചാരിച്ച് വന്നിട്ട് നോക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച വലിയൊരു സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ വെയിലിൻ്റെ ചൂട് കാരണം ഞാൻ കുറച്ച് പുഴയിലും വന്നിട്ട് കുറച്ച് തണുപ്പ് വെള്ളം വിചാരിച്ച് വന്നതാണ്. ഞാൻ വിചാരിച്ച പോലെയല്ല. അപ്പോൾ ഒന്ന് അക്കരയിൽ നിന്ന് കടന്ന് പോകണമെന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ നല്ല വെള്ളം. കാരണം ഇതെങ്ങനെ കയറിയെന്ന് പറഞ്ഞാൽ തടുത്തിട്ട്, അതായത് പൂയിച്ചാക്കിട്ടിട്ട് തടുത്ത് നിർത്തി കയറ്റിയതാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. വെള്ളം ഒരു നല്ല കളറിൽ നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണ് പോകുന്നത്. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ ഭയങ്കര മനസ്സിനുള്ള ഒരു ശരിക്കും സമാധാനം കിട്ടി. നല്ല കണ്ടോ ഫ്രണ്ട്സ്, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളമാണ്. അപ്പോൾ കുളിക്കാനെല്ലാം നല്ല എന്താ പറയുക തണുപ്പുമുണ്ട്. വെള്ളത്തിലിറങ്ങിയിട്ട് നോക്കുമ്പോൾ നല്ല തണുപ്പാണ്. അപ്പോൾ നല്ല ക്ലിയർ വെള്ളം തെളിഞ്ഞ് നിൽക്കുന്നത്. മുമ്പേ എല്ലാവരും വെറും ഇതുപോലെയുള്ള ഈ മുളേൻ്റെ എല്ലാം ചപ്പുകളെല്ലാം വന്നിട്ട് ഇങ്ങനെ ചൊറിഞ്ഞിട്ട് നിൽക്കാൻ പറ്റില്ല. ഇപ്പം നല്ല തെളിവ് മാത്രമല്ല, നല്ല ശുദ്ധമായിട്ട് നിൽക്കുന്നത്. അതായത് നല്ല ഒരു ഒലിപ്പുമുണ്ട്. അപ്പോൾ വെള്ളം ഇങ്ങനെ അതായത് തട കടന്ന് പറയുന്നതുകൊണ്ടായിരിക്കും ഈ ഒലിപ്പ്. അപ്പോൾ നല്ല ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും വെള്ളം കേരളത്തിൽ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും മോശമില്ല, നല്ലൊരു വ്യൂവും കൂടിയാണ് ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾക്ക് വ്യൂ എല്ലാം ഒന്ന് കാണാമല്ലോ. നല്ല പൊളി ഒരു പുഴയാണ് നമ്മളെ പുഴ. അപ്പോൾ ഇവിടെ നീന്തി കുളിക്കാം. നമ്മൾ നല്ല കാരണം മായമൊന്നുമില്ല, ആരും മുങ്ങിപ്പോകുന്നുമില്ല. അപ്പോൾ കുട്ടികൾക്കെല്ലാം വെക്കേഷനിൽ നല്ല കുളിക്കാനുള്ള സൗകര്യം ആണ് കാണുന്നത്. ഇതിനകത്തുള്ള നല്ലൊരു പരിപാടി തന്നെയാണ്. കുട്ടികൾക്കെല്ലാം കുളിക്കാമല്ലോ. അപ്പോൾ ആർക്ക് വേണമെങ്കിൽ കുളിക്കാം, അലക്കാം. അപ്പോൾ അലക്കാൻ ഇന്ന് എല്ലാ വീട്ടിലും വാഷിംഗ് മെഷീനും അടക്കം ഉണ്ടല്ലോ. മുമ്പത്തെ പോലെ പുഴയിൽ നിന്ന് അലക്കുന്ന പരിപാടി ഇപ്പം വളരെ കുറവാണ്. അത്യാവശ്യമുള്ള ആരെങ്കിലും വന്നിട്ട് അലക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മുമ്പെല്ലാം ഇത് ഒരുപാട് ആൾ വന്ന് അലക്കി പോകുന്ന ഒരുപാട് ആൾക്കാർ. ഇന്ന് വീട്ടിൽ തന്നെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ആരും അങ്ങനെ അലക്കാനൊന്നും വരത്തില്ല. അങ്ങനെ കുളിക്കാം, നല്ലൊരു രസമുള്ള നിന്ന് വൈകുന്നേരം വന്ന് നീന്തി കുളിക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല പ്രകൃതിൻ്റെ ആ സൗന്ദര്യം ആ കുറച്ച് മുളയെല്ലായിട്ട് കണ്ടാ ഫ്രണ്ട്സ്. അങ്ങോട്ടൊന്ന് നോക്കൂ ഫ്രണ്ട്സ്, ആ ഒരു മഞ്ഞ മുള കണ്ടാ ഈ പുഴയിലേക്ക് ഇങ്ങോട്ട് ചാടിയിട്ട് നല്ല പച്ചപ്പുല്ല് കണ്ടാ, നല്ല പച്ചപ്പുല്ല് കണ്ടില്ലേ ഫ്രണ്ട്സ്, രസമല്ലേ കാണാൻ. അപ്പോൾ ഞാൻ ഈ വീഡിയോ കണ്ട ഇതുപോലെയായി ഉണങ്ങിയത് കണ്ട് മുള എന്താ രസം അറിയാം കാണാൻ. അങ്ങോട്ട് നോക്കൂ ഫ്രണ്ട്സ്, ആ മുറിച്ചിട്ട് മുള കണ്ട മുള. അപ്പോൾ അതിൻ്റെ ചപ്പെല്ലാം ഇങ്ങനെ ഉണങ്ങിയിട്ട് കാണുമ്പോൾ എന്ത് രസമാണ് കാണാനറിയാം, എന്താ ഭംഗി. അപ്പോൾ അങ്ങേ ഭാഗത്ത് നിന്ന് ആരൊക്കെയോ ഇളമ്പൊക്കെ പിടിക്കുന്നുണ്ട്. ഇളമ്പൊക്കേൻ്റെ ശരിക്ക് ഇളമ്പൊക്കെ ഇഷ്ടം പോലെ ഉള്ള സ്ഥലമാണ് ഇത്. അപ്പോൾ ആരോ പിടിക്കുന്നുണ്ട് അങ്ങനെ, നമുക്ക് കാണാൻ പറ്റില്ല, അത് മുങ്ങി പിടിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ നല്ലൊരു ഇഷ്ടപ്പെട്ട ഒരു പുഴയാണ്. നമുക്ക് കടന്ന് അക്കരെ പോവാം. എന്തായാലും ഒരു രസമില്ലേ ഫ്രണ്ട്സ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക, ഷെയറും ചെയ്യുക കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെ യൂട്യൂബിൻ്റെ കഥകൾ നിങ്ങൾ കേട്ടിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സായി, അതായത് 30,400 സബ്സ്ക്രൈബായി. അപ്പോൾ നിങ്ങൾ പെട്ടെന്ന് എല്ലാവരും കൂടി ഒന്ന് നമ്മളെ സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്. കാരണം ഒരുപാട് കാലമായില്ല ഇങ്ങനെ ഇതും കൊണ്ട് നടക്കുന്നത്. അപ്പോൾ കാര്യമായ ഒരു സാമ്പത്തികം ഒന്നും നമുക്കിതുവരെ വന്നിട്ടില്ല. അപ്പോൾ ഇനിയെങ്കിലും എല്ലാവരും ഒന്ന് നമ്മളെ വീഡിയോ ഒക്കെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടിപൊളി വീഡിയോയിലായിട്ട് വരാൻ പറ്റും ഫ്രണ്ട്സ്. എല്ലാവരും ഒന്ന് എന്നെ സഹായിക്കണം. വളരെ വിനീതമായി, അതായത് വളരെ സങ്കടപൂർവ്വം പറയുകയാണ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും അങ്ങനെ ഞാൻ ഈ പുഴയിൽ വരാൻ കാരണം ഫ്രണ്ട്സ്, അപ്പോൾ ഞാൻ വന്നിട്ട് നോക്കി കഴിഞ്ഞാൽ ഈ പുഴയിൽ വെള്ളം അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിച്ചത്. ഞാൻ വിചാരിച്ച കാലത്തും കൂടുതൽ ഈ ഇടത്ത് വെള്ളം ഉണ്ട്. ഇപ്പോൾ വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തടയില്ലേ, നമ്മളെ പൂയിച്ചാക്കിട്ടിട്ട് തടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അത് പഞ്ചായത്താണ് പൊതുവേ ചെയ്യൽ.
ഇവിടെ ഒരു മുമ്പേ തടകെട്ടലുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഇവിടെ ഒന്നും കണ്ടില്ല. അപ്പോൾ അങ്ങ് മേലെയും കെട്ടലുണ്ടായിരുന്നു. ഇപ്പം തായാന്ന് തോന്നുന്നു കെട്ടിയില്ല. അതുകൊണ്ട് ഇങ്ങനെ വെള്ളം കണ്ട നല്ല തെളിഞ്ഞ വെള്ളമാണ്. ഫ്രണ്ട്സ് ഉണ്ട്, നല്ല തെളിഞ്ഞ് നിൽക്കുന്ന വെള്ളം കേട്ടോ. നല്ല ഒരു കാരണം അല്ലാണ്ട് നമ്മൾ ഈ മുളേൻ്റെ കൂടുകളും മുളയുടെ ചപ്പുകളെല്ലാം അടിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നതിന് ഇപ്പം അതൊന്നും ഇല്ല. നല്ലോണം കുളിക്കാനുള്ള നല്ല സുന്ദരമായിട്ട് കുളിക്കാം. പൊടിയൊന്നുമില്ല, തെളിഞ്ഞ് ക്ലിയറായിട്ടുള്ള വെള്ളം. അപ്പോൾ നമുക്കിപ്പോൾ വെള്ളത്തിന് ഭയങ്കര ക്ഷാമമായിരിക്കും. ഇനിയിപ്പോൾ നല്ല ബില്ല് ഭയങ്കര ചൂടാണ് ഫ്രണ്ട്സ്. നിങ്ങളുടെ നാട്ടിലൊക്കെ എങ്ങനെ ചൂടുണ്ടോ നല്ല ഉണ്ടോ എന്ന് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് നമുക്ക് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഭയങ്കര ബില്ല് ചൂടാണ്. പിന്നെ ചൂട് എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ്, പുറത്തിറങ്ങാൻ പറ്റാത്തൊരു ചൂടാണ് കാണുന്നത്. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോകൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത കിടൽ വീണ്ടും കാണാം. അതുവരെ ബൈ.